ഞങ്ങളൊരു അതിഥിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. വേറെ ആരുമല്ല, ചടയമംഗലത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അഖിൽ. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന മഴവിൽ മനോരമയുടെ ഹിറ്റ് പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയനായ ശ്രീ അഖിലിന്റെ വിശേഷങ്ങളുമായി സാക്ഷി TV പ്രേക്ഷകരോടൊപ്പം ചേരുന്നു. നമസ്കാരം അഖിൽ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വളരെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. എന്താ പറയാൻ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യത്തിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു മഴവിൽ മനോരമയുടെ ഒരു ഫ്ലോറിൽ കയറുക എന്നുള്ളത്. ദൈവമായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു അവസരം ഒരുക്കി തന്നു. ഈ കഴിഞ്ഞ 19-ാം തീയതി ഷൂട്ടിങ് കഴിഞ്ഞു. ഇന്ന് രാത്രി 8:30 അതിൻ്റെ ടെലികാസ്റ്റിംഗ് ആണ്, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ. അപ്പോൾ ഇത്രയും നാളും എനിക്ക് തന്ന സപ്പോർട്ട് തുടർന്നും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്തത് എല്ലാവരും എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും ഒക്കെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം എന്നോടൊപ്പം ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് മറക്കാതെ ഇന്ന് രാത്രി 8:30 ബമ്പർ ചിരി പ്രോഗ്രാമിൽ എൻ്റെ എപ്പിസോഡ് കാണണം, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതാണ്. അതോടൊപ്പം തുടർന്നും നിരവധി പ്രോഗ്രാമുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തും. ഒട്ടനവധി സ്റ്റേജ് ഷോകളിൽ പരിപാടി ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ ഒരു കലാരംഗത്തുണ്ട്. അതിന് പ്രധാന കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടാണ്. ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അഖിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഖില് അതായത് കലാരംഗത്ത് ശ്രദ്ധേയനാകുന്നത് നമ്മുടെ കുഴിയോട് കപ്ലിങ്ങാട്ട് കാവലം കണ്ട ഒരു ഉത്സവം നടന്നിരുന്നു. അപ്പോ അവിടെ മിമിക്രിക്കാർ വന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് അഖിൽ ഒരു സദസ്യനായിട്ട് അല്ലെങ്കിൽ കാഴ്ചക്കാരനായിട്ട് അവിടെ നിന്ന് അഖിൽ പെട്ടെന്ന് ഒരു കള്ളുകുളിയനായിട്ട് മാറുകയും അവിടെ ഒരു വിഷയങ്ങൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഓർമ്മ അങ്ങനെയാണ്. അതാണോ ശരി? അതാണോ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ നമ്മുടെ കാവിലെ പാട്ട് എന്ന് പറയുന്ന ചടയമംഗലത്തെ ഒരു പാട്ട് ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുടെ രാജേഷ് കാവിൽ, അതെ രാജേഷ് കാവിലെ പാട്ട്. അപ്പോൾ അവരുടെ ഒരു പരിപാടി തിരുവൈക്കോട് അമ്പലത്തിൽ നടക്കുമ്പോൾ ഗ്യാപ്പ് കളിക്കാനായിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, മിമിക്രി ചെയ്യണമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞ ഒരു സംഭവമാണ്. ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് കുടിയനായിട്ട് പോയി. അവിടുത്തെ കമ്മിറ്റിക്കാർ ഞാൻ ഒറിജിനൽ കുടിയനാണെന്നുള്ള രീതി എന്നെ വാരി എടുത്തോണ്ട് പോയി. പിന്നെ അവർക്ക് ഞാൻ ഈ പരിപാടിയിലുള്ള ആളാണ് എന്ന് അറിഞ്ഞപ്പോൾ അന്ന് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു വീഡിയോ എടുത്തതിൽ ഹോക്സ് വ്യൂ മീഡിയ, അതുപോലെ സാക്ഷി TV, ട്രൂത്ത് വിഷൻ ചാനൽ, മുദ്ര ചാനൽ, എല്ലാവരും, പ്രാദേശിക ചാനൽ എല്ലാവരും എന്നെ അത്രയധികം ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് എൻ്റെ ഒരു തുറുപ്പ് ചീട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ചാനൽസ് ഇല്ല. അതുപോലെ തന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോഴും ഈ ഫീൽഡിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ എറണാകുളത്ത് ഷൂട്ടിങ്ങിന് ചെന്നപ്പോൾ ഉണ്ടായ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാമോ? അവിടെ ഉണ്ടായിട്ട് അനുഭവങ്ങൾ. എറണാകുളത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കൊച്ചു മിടുക്കി നിധി ഡൈസ്, ആ കുഞ്ഞുമോള് അവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുമോളോടൊപ്പം കുറച്ച് ദിവസം എനിക്ക് ചെലവിടാൻ പറ്റി. ആൾ മിടുക്കിയാണ്. അവരോടൊപ്പമൊക്കെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അങ്ങനെ പുതിയ ബന്ധങ്ങൾ, പുതിയ കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ അന്ന് അവിടെ പരിചയപ്പെടാൻ പറ്റി. പ്രിയപ്പെട്ട സാക്ഷിയുടെ പ്രേക്ഷകരെ, ഇതാണ് അഖിൽ, ഇങ്ങനെയാണ് അഖിൽ. തീർച്ചയായിട്ടും മഴവിൽ മനോരമയുടെ ഇന്ന് രാത്രി നടക്കുന്ന എപ്പിസോഡിൽ നിങ്ങളെല്ലാവരും, സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും തന്നെ കാണണം. ഈ ചടയമംഗലത്തിന്റെ കലാകാരൻ, കൊച്ചു കലാകാരൻ എന്നിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം മഴവിൽ മനോരമയെ പോലെയുള്ള വലിയൊരു ചാനലിലെ പോയി അദ്ദേഹം കോമഡി ചെയ്തിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹായവും ഈ കലാകാരൻ ഉണ്ടാകണം. സാക്ഷി TVയുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
അവൻ പാട്ടെടുക്കും.